യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശിനരികെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. 26-ാമത്തെ വചനം, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു സ്വർഗം നൽകിയ മറ്റൊരു വിശിഷ്ടമായ സമ്മാനമാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നു എന്നുള്ളത്. നമുക്കൊരമ്മയെ തന്നതിനെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. സ്വർഗത്തിലും ഭൂമിയിലും നമുക്കൊരമ്മയുണ്ട്. യേശുവിനെ 9 മാസക്കാലം തൻ്റെ ഉദരത്തിൽ വഹിച്ച ഒരമ്മ, യേശുവിന് വളരാനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കിയ ഒരമ്മ, യേശുവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കൂടെ നടന്ന ഒരമ്മയുണ്ട്. അവസാനം ആ പദ്ധതിയുടെ പൂർത്തീകരണ വേളയിൽ ആ കുരിശിന് താഴെ നിൽക്കുകയും പിന്നെ പെന്തക്കോസ്താ ദിനത്തിൽ അപ്പസ്തോലന്മാരെ ചേർത്ത് നിർത്തി പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ കാത്തിരിക്കാൻ പ്രേരണ നൽകിയ ഒരമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞെടുത്ത് പോലും യേശു അത്ഭുതം ചെയ്യുന്നത് ഈ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലകളിലും കർത്താവ് പറയാണ്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല മോനെ, മോളെ, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്ന വിഷയങ്ങളുടെ മീതെ പോലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി, അത് അത്ഭുതകരമായ മാധ്യസ്ഥ ശക്തിയാണ്. നമ്മൾ അറിയണം. എത്രയോ പേര് ജീവിതത്തിൽ തകരാതെ ഒക്കെ പിടിച്ചു നിൽക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം അമ്മയുടെ അത്ഭുതകരമായ ഒരു മാധ്യസ്ഥത്തിന്റെ മാതൃത്വത്തിന്റെ തണലിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അറിയാം, ഒരു കൊച്ച് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ആ ചെറു പ്രായത്തിലെ അമ്മയുടെ വേർപാടിന്റെ ദുഃഖം മനസ്സിനെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങി. അവിടെ പഠന മേഖലകളൊക്കെ വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ആ ഇടവകയിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്ററുമായിട്ടുള്ള സംഭാഷണത്തിൽ സിസ്റ്റർ ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, മോളെ, നമുക്ക് ഭൂമിയിലും സ്വർഗത്തിലും ഒരമ്മയുണ്ട്. ആ അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട്. കാരണം എന്താ? യേശുവിന് വേണ്ടി പരിശുദ്ധ അമ്മയോളം ജീവിതം മാറ്റിവെക്കുകയും ജീവിതത്തിൻ്റെതായ സകല ആഗ്രഹങ്ങളും നിയോഗങ്ങളും പരിത്യജിക്കുകയും ചെയ്ത മറ്റൊരു സ്ത്രീയില്ല. അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം മോളുടെ കൂടെയുണ്ട്. ശാരീരികമായ ജന്മം നൽകിയ അമ്മ മരിച്ച് സ്വർഗത്തിൽ പോയി. ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമായി നമുക്കൊരമ്മയുണ്ട്. അത് ഈശോ തന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഈ അമ്മയുടെ മടിത്തട്ടിൽ മോളെ തന്നെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഈ അമ്മയുടെ സ്നേഹം, അങ്ങനെ കുഞ്ഞ് അമ്മയുടെ വേർപാടിന്റെ ദുഃഖവും സങ്കടങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയുടെ സ്നേഹവാത്സല്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ കുഞ്ഞൊരു സ്വപ്നം കാണുകയാണ്. എന്താണ്? പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ കുഞ്ഞിന്റെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ തലോടി, ഇവളുടെ അമ്മ എന്തൊക്കെ ഇവളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഈ പരിശുദ്ധ അമ്മ ഇവളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ട് ഈ പെങ്കൊച്ച് സ്വപ്നം കണ്ടേ. പക്ഷെ ആ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഈ മകളുടെ ജീവിതം അങ്ങോട്ട് മാറി. ഇതൊരു സ്വപ്നമായിരുന്നു, പക്ഷെ അതിനേക്കാൾ ഉപരി അതൊരു അനുഭവമായിട്ട് എനിക്ക് മാറി. പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥവും സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ ഈ കൊച്ചിന് പറ്റി. നമുക്കറിയാം, ഇന്നും ഈ ലോകത്ത് ഏറ്റവും അധികം പ്രത്യക്ഷീകരണങ്ങള് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടേതാണ്. അമ്മ അനേകം ഇടങ്ങളിൽ സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാൻ കൊടുക്കുക. യോഹന്നാൻ ഒരു ശിഷ്യത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. യേശുവിന്റെ ശിഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും സ്വർഗം നൽകുന്ന ഉന്നതമായ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈ സമ്മാനം ഉണ്ടല്ലോ,
ആ സമ്മാനം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാലുണ്ടല്ലോ, ഒരു ഗുണമുള്ള എന്നാന്ന് വെച്ചാൽ ഈ അമ്മയുടെ ഒരു പ്രത്യേക മാധ്യസ്ഥവും മാതൃകയും നമ്മുടെ ജീവിതത്തെ നിരന്തരം ഏറ്റെടുക്കാൻ പറ്റിയാല് അമ്മ പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് പറ്റും. അതാണ് പ്രത്യേകത. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുഹിതം എങ്ങനെയാണോ അങ്ങനെ നടക്കട്ടെ എന്ന് ഒരു ദൈവ പൈതലിന് പറയാൻ ഒരു മടിയില്ല. കാരണം എന്താ, അമ്മ തൊട്ടടുത്ത് നിന്നിട്ട് പറയും, മോളെ ഇതിലും വലിയ പ്രതിസന്ധിയില്, മോനെ ഇതിലും വലിയ സങ്കടത്തില്, മോളെ അറിയാവോ, എന്റെ യൗവനത്തില് നല്ല പ്രായത്തില് യേശുവിന് വേണ്ടി എന്റെ ജീവിതം ഇങ്ങനെ പൂർണ്ണമായിട്ടും കൊടുത്തതാണ്. അതുകൊണ്ട് യുവാക്കളോട് അമ്മ പറയും, നിന്റെ യൗവനത്തിൽ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്ക്. എന്നിട്ട് അമ്മ പറയും, തന്റെ മടിയിൽ 33 വയസ്സ് പ്രായമുള്ള മകൻ മരിച്ചു കിടക്കുമ്പോ അമ്മ കടന്നുപോയൊരു ഭാരമുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, സമാനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന വേർപാടിന്റെ ദുഃഖം പേറുന്ന ജീവിതങ്ങളെ അമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയും, മോനെ സങ്കടപ്പെടണ്ട, ഈ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഞാനും പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ അനുഭവം കടന്നു പോകും. അമ്മ പറഞ്ഞതുപോലെ പറയാൻ അമ്മ നമുക്ക് പ്രേരണ തരും.